പക്ഷേ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നും വ്യക്തമാക്കുന്ന ഒരു കണക്കാണ് നമ്മൾ അടുത്ത റിപ്പോർട്ടിലൂടെ പ്രേക്ഷകരിലേക്ക് പറയാൻ പോകുന്നത്. പ്രകൃതി ദുരന്തങ്ങളിൽ കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അത് യഥാർത്ഥത്തിൽ ഒരു തുടർക്കഥയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രകൃതി ദുരന്തങ്ങളിൽ കേരളം ആവശ്യപ്പെട്ടത് 18,910 കോടി രൂപ. പക്ഷെ തന്നത് എത്രയാ? 3,146 കോടി രൂപ മാത്രമാണ് കേരളത്തിന് ഇത്തരത്തിലുള്ള അടിയന്തര സഹായമായി കേന്ദ്ര സർക്കാർ നൽകിയത് എന്നതാണ് മറ്റൊരു വസ്തുത. അത് മാത്രമല്ല, കേരളത്തിന് കേന്ദ്രവിഹിതം അനുവദിക്കുന്നതിലും വലിയ അവഗണനയാണ് തുടരുന്നത് എന്നതാണ് പുറത്തുവരുന്ന കണക്കുകൾ പറയുന്നത്. വയനാട് ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുമ്പോൾ പഴയ ചില കണക്കുകൾ കൂടി പരിശോധിക്കുന്നത് നന്നാകും. 12 വർഷത്തിനിടെ കേരളം 12 പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പല തവണകളായി കേന്ദ്രത്തോട് കേരളം സഹായമായി ആവശ്യപ്പെട്ടത് 18,910.69 കോടി രൂപയാണ്. എന്നാൽ കേന്ദ്രം അനുവദിച്ചത് വെറും 3,146.28 കോടി രൂപ മാത്രം. കടലാക്രമണം, ഉരുൾപൊട്ടൽ, പേമാരി തുടങ്ങിയവ കാരണം കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ഇവ അതിജീവിക്കുകയാണ് കേരളം നേരിടുന്ന വലിയ വെല്ലുവിളി. 2018-നും 2024-നും ഇടയിൽ 4,273 കോടി രൂപയാണ് കേരളം പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ അധികമായി ചിലവിട്ടത്. 2010 മുതൽ 2015 വരെ ചിലവിട്ടതിന്റെ 25 ഇരട്ടി തുകയാണിത്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വയനാട് ദുരന്തത്തിൽ പോലും കേന്ദ്രം ഒരു ചില്ലിക്കാശ് പോലും കേരളത്തിന് അനുവദിക്കാത്തത്. കൂടാതെ കേരളത്തിന് അനുവദിക്കുന്ന കേന്ദ്രവിഹിതത്തിലും വലിയ കുറവാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം കേന്ദ്രവിഹിതം 18% മാത്രമാണ്. അതായത് കേരളത്തിന്റെ സാമ്പത്തിക ചെലവിന്റെ 82% സംസ്ഥാനം കണ്ടെത്തേണ്ട അവസ്ഥ. സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന മഹാരാഷ്ട്രയ്ക്കും പഞ്ചാബിനും കൊടുക്കുന്ന വിഹിതം പോലും കേന്ദ്രം കേരളത്തിന് നൽകുന്നില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.